ഹേ സിനിഫാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ അയാം ഗെയിമിനെ പറ്റിയാണ്. സിനിമയിൽ കഴിഞ്ഞ ദിവസം സിനിമയുടെ സെറ്റിലേക്ക് നമ്മുടെ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രം നടത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ക്യാമിയ റോളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അദ്ദേഹം ആ സെറ്റിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് തോന്നുന്നു നമ്മുടെ ദുൽഖറിൻ്റെ ഫേസിലൊക്കെ ഒരു ബ്ലഡ് ഉള്ളൊരു ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യ 47 പറ്റിയാണ്. നമ്മുടെ സൂര്യ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്താണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റാണ് നമ്മുടെ ബബ്ബബ്ബ സിനിമ അങ്ങനെ റിലീസ് ചെയ്തു. അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട്, എന്നാൽ പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സിനിമ 2 ദിവസം കൊണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിയാണ് നേടിയിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റിനെ പറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 50 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. അതിൽ തന്നെ 10 കോടിയാണ് നമ്മുടെ ലാലേട്ടൻ്റെ റവന്യൂ. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ നമ്മുടെ ദിലീപൊക്കെ. അപ്പോൾ മൊത്തത്തിൽ 50 കോടിയാണ്. അപ്പോൾ അവർക്ക് മറികടക്കാൻ കുറച്ച് നല്ലോണം കളക്ഷൻ തന്നെ വേണം. 50 കോടി എന്ന് പറയുമ്പോൾ നല്ലൊരു കളക്ഷൻ നേടാൻ 100 കോടി ആവണം. അപ്പോൾ ഇനി അതിങ്ങനെ ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് മൊത്തത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മലയക്കോട്ടെ വാലുവിന് ശേഷം നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം വരികയാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രജിത്ത് അതിൽ ഒരു ഭാഗമായിട്ടുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്ററായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം നായകനാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഇന്ദ്രജിത്തിൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണല്ലോ പരശക്തി. സിനിമ അടുത്ത വർഷം 2026 ജാനുവരി 14 റിലീസ് ചെയ്യാൻ വരുന്നതായിരുന്നു. സിനിമ അങ്ങനെ പ്രീപോൺ ചെയ്യുന്നുണ്ട്. അതായത് ജാനുവരി 10 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. നമ്മുടെ ദളപതിക്കും നമ്മുടെ രാജാ സാബിനും വേണ്ടി സിനിമ അങ്ങനെ ക്ലാഷ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജാനുവരി 9 നമ്മുടെ രാജാ സാബും ജനനായകനും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാഷായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മുടെ പരശക്തി. അപ്പോൾ എന്തായാലും നമുക്ക് 3 സിനിമയ്ക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ അയാം ഗെയിമിനെ പറ്റിയാണ്. സിനിമയിൽ നമ്മുടെ കയാടു ലോഹർ അങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയാണ് ടൊവിനോടെ. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ നമ്മുടെ അയാം ഗെയിമിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അയാം ഗെയിമിന് വേണ്ടി വെയിറ്റ്. നമ്മുടെ ഷൈനിക നായകനാവുന്ന സിനിമയാണല്ലോ ഹാൽ. ഒരുപാട് വിവാദങ്ങൾക്കും കുറേ കട്ടുകൾക്കും ശേഷം സിനിമ അങ്ങനെ ഈ മാസം 25 റിലീസ് ചെയ്യുന്നതായിരിക്കും. കിച്ച സുദീപിൻ്റെ സിനിമയാണല്ലോ മാർക്ക്. അപ്പോൾ സിനിമയുടെ റൺ ടൈം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമ ഡ്യൂറേഷൻ വരുന്നത്. ഈ മാസം ഡിസംബർ 25 സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ചാമ്പ്യൻ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ട്രെയിലർ അങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സിനിമ ഡിസംബർ 25 റിലീസ് ചെയ്യുന്നത്.